നമസ്കാരം. US നീതിന്യായ വകുപ്പിലെ സുപ്രധാന പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ വംശജയായ ഹർമീത് കെ ധില്ലൺ. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അഭിഭാഷകയായ ഹർമീതിനെ നീതിന്യായ വകുപ്പിലെ സിവിൽ റൈറ്റ്സ് അസിസ്റ്റന്റ് അറ്റോർണി ജനറലായി നിയമിച്ച വിവരം സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചത്. ട്രംപിന്റെ രണ്ടാം ഭരണത്തിൽ പ്രധാന പദവികളിലേക്ക് ട്രംപ് നിയമിക്കുന്ന ഇന്ത്യൻ വംശജരിൽ നാലാമത്തെയാളാണ് ചണ്ഡീഗഡിൽ ജനിച്ച ഹർമീത്. ഇതിനു മുൻപ് US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ തലപ്പത്ത് നിയമിച്ച ഡോക്ടർ ജയ് ഭട്ടാചാര്യ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിവേക് രാമസ്വാമി, FBI ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട കാഷ് പട്ടേൽ എന്നിവരാണ് ട്രംപ് നിയമിച്ച മറ്റ് ഇന്ത്യൻ വംശജർ. COVID-19 മഹാമാരിയുടെ കാലത്ത് ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ട ക്രിസ്ത്യാനികൾക്കായി ഹർമീത് നിലകൊണ്ടതുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിലെ അവരുടെ നിലപാടുകളെ ട്രംപ് പ്രശംസിക്കുകയുണ്ടായി. അസിസ്റ്റന്റ് അറ്റോർണി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് ഹർമീത് ധില്ലൺ പ്രതികരിക്കുകയുണ്ടായി. തന്റെ കുടുംബത്തിന്റെ സപ്പോർട്ടില്ലായിരുന്നുവെങ്കിൽ തനിക്ക് ഈ നിലയിൽ എത്താൻ കഴിയില്ലായിരുന്നുവെന്നും അവർ ട്വീറ്റ് ചെയ്യുകയുണ്ടായി. 1969 ഏപ്രിൽ 2 ചണ്ഡീഗഡിൽ ജനിച്ച ധില്ലണ് 2 വയസ്സുള്ളപ്പോഴാണ് കുടുംബം US-ലേക്ക് താമസം മാറുന്നത്. നോർത്ത് കരോലിന സംസ്ഥാനത്തെ സിഖ് സമൂഹത്തിലാണ് ആദ്യം ധില്ലന്റെ കുടുംബം താമസിച്ചിരുന്നത്. പിന്നീട് ന്യൂയോർക്കിലേക്ക് താമസം മാറുകയായിരുന്നു. ഹർമീതിന്റെ ഈ നിയമനത്തിന് ഇന്ത്യൻ വീക്ഷണത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിൽ നടക്കുന്ന വിവിധ സംഭവ വികാസങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് കർഷക പ്രക്ഷോഭങ്ങളെക്കുറിച്ച് കൃത്യമായ നിരീക്ഷണം നടത്തുകയും അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഹർമീത് കെ ധില്ലൺ. 2020-2021 കാലയളവിൽ രാജ്യത്ത് നടന്ന കർഷക പ്രതിഷേധത്തിനിടെ ഡൽഹിക്ക് സമീപമുള്ള സിംഗു, ഗാസിപൂർ അതിർത്തികളിൽ പ്രതിഷേധിച്ച കർഷകർക്കെതിരായ പോലീസ് അതിക്രമത്തെ ഹർമീത് ധില്ലൺ വിമർശിച്ചിരുന്നു. അക്കാലയളവിൽ കർഷകരുടെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അവർ വാചാലയാവുകയും ചെയ്തു. മോദി സർക്കാരിന്റെ രണ്ടാം വരവിന്റെ തുടക്കത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച 3 വിവാദ കാർഷിക നിയമങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന വേളയിൽ അമേരിക്കയിൽ നിന്നുള്ള നിരവധി രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖർ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്ന കർഷക പ്രതിഷേധത്തിന് പിന്തുണ അറിയിച്ചിരുന്നു. കാലാവസ്ഥാ പ്രവർത്തക ഗ്രേറ്റ തുൻബെർഗ്, ഗായിക റിഹാന എന്നിവരും കർഷകർക്ക് പിന്തുണ നൽകിയവരിൽ പ്രമുഖരാണ്. ശ്രീമതി ധില്ലനും കർഷകർക്ക് പിന്തുണ അറിയിക്കുകയും പഞ്ചാബിൽ തനിക്കുള്ള വേരുകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നു. 2020 നവംബർ 30 ബ്രിട്ടീഷ് ഇന്ത്യൻ MP തൻദേശിയുടെ സന്ദേശം ശ്രീമതി ധില്ലൺ റീട്വീറ്റ് ചെയ്യുകയും ചെയ്തു. പഞ്ചാബിൽ ജനിച്ച കർഷകരുടെ പിൻഗാമി എന്ന നിലയിൽ ഇന്ത്യൻ സർക്കാരിന്റെ വൻകിട കോർപ്പറേഷൻ അനുകൂല കർഷക ബില്ലിനെതിരെ പ്രതിഷേധിച്ചതിന് പഞ്ചാബി കർഷകർ ആക്രമിക്കപ്പെടുന്നത് കാണുമ്പോൾ എന്റെ ഹൃദയം തകർന്നു. അത് അവരുടെ കൃഷിയിടങ്ങളും ജീവിത രീതിയും സംസ്കാരവും നശിപ്പിക്കും. അവർ പറയുന്നത് കേൾക്കാനും അവരെ കാണാനും പ്രധാനമന്ത്രി മോദിയോട് അവർ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇതിനായി വിട്ടുവീഴ്ച ചെയ്യുക എന്ന ഹാഷ്ടാഗും അവർ ഉപയോഗിക്കുകയുണ്ടായി. കഴിഞ്ഞ 5 വർഷമായി ഇന്ത്യൻ കർഷകർക്ക് പിന്തുണ നൽകുന്നതിൽ മിസ് ധില്ലൺ തന്റെ നിലപാട് നിലനിർത്തി വരികയാണ്. ഈ വർഷം ഫെബ്രുവരിയിൽ പഞ്ചാബിൽ വീണ്ടും കർഷക പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവർ ഓൺലൈനിൽ പിന്തുണ അറിയിക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് US കോൺഗ്രസ് അംഗം റോഖന്ന ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ ശ്രീമതി ധില്ലൺ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: ഇപ്പോൾ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത്? പഞ്ചാബിൽ ഇന്റർനെറ്റ് ഓഫ് ചെയ്യുന്നതിലും പ്രതിഷേധക്കാരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും വെടിവെച്ചു കൊല്ലുന്നതിലും നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? ഇന്ത്യ ഗവൺമെന്റ് സാമൂഹിക സൗഹാർദ്ദം തകർക്കുകയാണെന്ന് അവർ കുറ്റപ്പെടുത്തി. കർഷക പ്രക്ഷോഭകർക്കെതിരെ സർക്കാർ ഉദ്യോഗസ്ഥർ വിദ്വേഷം വളർത്തുകയാണെന്നും ഹർമീത് അഭിപ്രായപ്പെട്ടു. 2023 ജൂണിൽ ഖാലിസ്ഥാൻ അനുകൂല മതപ്രഭാഷകൻ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിന് ശേഷം ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം കാര്യമായി ഉലഞ്ഞതിന് മോദി സർക്കാരിനെതിരായ വിമർശനം ഹർമീത് ശക്തമാക്കുകയുണ്ടായി. 6 for ജസ്റ്റിസിന്റെ മേധാവിയും ഖാലിസ്ഥാൻ അനുകൂല പ്രവർത്തകനുമായ ഗുർബന്ത്വന്ത് സിംഗ് പന്നൂനെ കൊല്ലാനുള്ള ഗൂഢാലോചനയിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു റിപ്പോർട്ടും അവർ പുറത്തുവിടുകയുണ്ടായി. 2023 നവംബർ 23 അവർ സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഞാൻ പറഞ്ഞതുപോലെ പഞ്ചാബിലെ പൗരാവകാശവും മനുഷ്യാവകാശവുമായ അവസ്ഥകളെക്കുറിച്ച് തുറന്നു പറയുന്ന വടക്കേ അമേരിക്കൻ സിഖുകാരെ ലക്ഷ്യം വയ്ക്കാൻ ഇന്ത്യ കാനഡയിലേക്കും US-ലേക്കും ചാവേർ സ്ക്വാഡുകളെ അയച്ചിട്ടുണ്ട്. ഈ പോസ്റ്റിനു പിന്നാലെ ഇന്ത്യക്കെതിരെ യാതൊരുവിധ നീക്കവും നടത്തുന്നില്ലെന്ന പേരിൽ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ ചില ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തു. ഇങ്ങനെയെല്ലാം ഇന്ത്യയുടെ വിവിധ നയങ്ങളിലും നീക്കങ്ങളിലും നിരീക്ഷണം നടത്തുകയും ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്ന ഹർമീത് കെ ധില്ലന്റെ US നീതിന്യായ വകുപ്പിലെ സുപ്രധാന പദവിയിലേക്കുള്ള നിയമനത്തെ തുടർന്ന് ഇനി അവരുടെ അഭിപ്രായങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടും. വാർത്തയുടെ നിറം തേടി തനിനിറം.